ശ്രീ അജയ് പ്രസാദ് സാർ, തൊഴിൽ വകുപ്പ് മന്ത്രി. പുനലൂർ നിയോജക മണ്ഡലത്തിലെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൽ 20 വർഷമായി താൽക്കാലിക ജോലി ചെയ്തു വരുന്ന 274 തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്ന ആവശ്യമാണ് സാർ. 1972 ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ 700 കുടുംബങ്ങളെ പുനരധിവാസം നടത്തി അവർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയാണ് പ്ലാന്റേഷൻ ആരംഭിച്ചത്. ശ്രീലങ്കയിൽ നിന്ന് വരുമ്പോഴുണ്ടായിരുന്ന ഫാമിലി കാർഡിൽ പേരുണ്ടായിരുന്നവർക്കാണ് RPL ജോലി നൽകിയിരുന്നത്. എന്നാൽ 2026 ഫാമിലി കാർഡിലെ പേരുകൾ ഉണ്ടായിരുന്നവരുടെ എണ്ണം അവസാനിച്ചു. കേരളത്തിൽ വന്നതിന് ശേഷം ജനിച്ചവർക്ക് ആശ്രിത നിയമനം നടത്താൻ മാനേജ്മെൻറ്റുകൾ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ നടത്തിയ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന് ജനിച്ചവർക്കും ജോലി കൊടുക്കാനുള്ള തീരുമാനമായി. അങ്ങനെ 20 വർഷക്കാലമായി ജോലി ചെയ്തു വരുന്ന 274 പേരാണ്. ഇവരിൽ 6 പേര് റിട്ടയറായിപ്പോയി. മറ്റൊരു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുമില്ല, ഗ്രാറ്റുവിറ്റി അടക്കം. നിലവിൽ 26 ദിവസം വീതം താൽക്കാലികമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുകൊണ്ട് സർക്കാരിന് ഒരു തരത്തിലുമുള്ള അധിക ബാധ്യത ഉണ്ടാകുന്ന സാഹചര്യവുമില്ല. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലും പ്ലാന്റേഷൻ കോർപ്പറേഷനിലും 100 കണക്കിന് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ഥിരം തൊഴിലാളികളുടെ അതേ ജോലി ദീർഘകാലം ചെയ്തു വരുന്ന താൽക്കാലിക തൊഴിലാളികൾക്ക് സ്ഥിരപ്പെടുത്തുന്നതിന് അർഹതയുണ്ടെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 31/1/2025 ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിൽ 20 വർഷമായി ജോലി ചെയ്തു വരുന്ന 274 പാവപ്പെട്ട തൊഴിലാളികളെയും മാനുഷിക പരിഗണനകൾ നൽകി സ്ഥിരപ്പെടുത്തി അവർക്ക് സ്ഥിരം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. മിനിസ്റ്റർ. സർ, ശ്രീലങ്കയിൽ നിന്നും തിരികെ വന്ന ഇന്ത്യൻ വംശജരെ തൊഴിൽ നൽകി പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ വർക്കർ തസ്തികയിലെ സ്ഥിര നിയമനങ്ങൾ കമ്പനിയിൽ പുനരധിവസിപ്പിക്കപ്പെട്ട ശ്രീലങ്കൻ റിപ്പാട്രിയേറ്റ് കുടുംബങ്ങൾക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതിൽ അർഹരായ കമ്പനിയിൽ പുനരധിവസിപ്പിക്കപ്പെട്ട കുടുംബങ്ങളെ എല്ലാ റിപ്പാട്രിയേറ്റുകൾക്കും ജോലി നൽകിയിട്ടുണ്ട്. പുനരധിവസിപ്പിച്ച കുടുംബങ്ങളിൽ പുതുതായി ജോലി ലഭിക്കുന്ന അർഹതയുള്ള റിപ്പാട്രിയേറ്റുകൾ ഇല്ലാത്തതിനാൽ അവർക്ക് ഇന്ത്യയിൽ വന്ന ശേഷം ജനിച്ച ആശ്രിതർക്കും ഈ സ്ഥാപനങ്ങളിലെ വർക്കർ വിഭാഗത്തിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 3rd എംപ്ലോയ്മെൻറ്റ് എന്ന നിലയിൽ കുടുംബത്തിലെ 3ാമത്തെ അംഗത്തിന് ജോലി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തത് വളരെ ശരിയാണ്. എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. അവിടുത്തെ സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ ജീവിതം, ലയങ്ങളുടെ ശോച്യാവസ്ഥ, കുടിവെള്ളക്ഷാമം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ദുരിതപൂർണ്ണമായ ജീവിതമാണ് സർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട അംഗം യൂണിയൻ്റെ ഈ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ യൂണിയൻ്റെ ഭാരവാഹി കൂടിയായി അദ്ദേഹം നേരിട്ട് കൊടുത്ത കത്തുകളടക്കം അതോടൊപ്പം സർക്കാർ എടുത്ത കാര്യങ്ങളടക്കം പരിശോധിച്ചതിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരു കാരണവശാലും ഒരു അനുഭാവപൂർണ്ണ നടപടി എടുത്തിട്ടില്ല. പക്ഷേ ഈ സഭയ്ക്ക് ഉറപ്പ് തരുന്നു, ഞങ്ങൾ നിയമപരമായ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അനുഭാവപൂർണ്ണമായ തീരുമാനമെടുക്കും.